ഹലോ ഗായ്സ്, ഡെയിലി ചെയ്യുന്ന പോലെ ഷോർട്സ് വീഡിയോ അതായിരുന്നു ലക്ഷ്യം. എങ്കിലും നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും കാര്യം എന്താണെന്ന്. ഇന്ന് ഇൻറ്റേൺഷിപ്പിൻ്റെ പ്ലേസ് ചെറുതായിട്ട് അവരൊന്ന് മാറ്റിയായിരുന്നു. ഹൈക്കോർട്ടിൻ്റെ ബാക്കാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ഹൈക്കോർട്ടിൻ്റെ ബാക്കിലൂടെ ഞങ്ങൾ നടന്ന് ഈ കാണുന്ന എല്ലാവരും കൂടെ ഹൈക്കോർട്ടിലുള്ള എവിടെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, വാട്ടോ മെട്രോൻ്റെ സ്പോട്ടിലേക്ക് എത്തി. ഇന്ന് ഞങ്ങൾ വാട്ടോ മെട്രോ പിടിക്കാൻ തീരുമാനിച്ചു. കാരണമുണ്ട്. ഇനി ഈ വീഡിയോ നൈസായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇന്ന് ഞങ്ങളൊരു മെട്രോ യാത്ര വേണം. ഇന്ന് എത്ര ഡേറ്റ്? 8/5/2020. എന്താ സ്പെഷ്യാലിറ്റി? എൻ്റെ അപർണയുടെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഫോർട്ട് കൊച്ചി പോകാൻ പറ്റും. യെസ്, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഫോർട്ട് കൊച്ചിയിലേക്ക് യാത്രയാവുകയാണ്. എവിടെയോ എന്തോ തകരാറ് പോലെ. നോക്കൂ, ഡബിൾ. ഇവർ ട്വിൻസാണ് കേട്ടോ. എനിക്ക് ഫസ്റ്റ് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോൾ. ഒരു സ്ഥലത്ത് നോക്കി പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ വീണ്ടും അതേ മുഖം എന്നുള്ള കാണുമ്പോൾ ഒരു സംഭവമില്ലേ, ആ സംഭവം വരുമായിരുന്നു. ബർത്ത്ഡേ ആയതുകൊണ്ട് അപർണ കൊടുത്ത റോസാപ്പൂ ഒക്കെ വെച്ച് എസ്തെറ്റിക് വൈബിലായിരുന്നു ഇന്ദ്രജ. നേഹയാണെങ്കിൽ ശരീരം മാത്രമേ ഉള്ളൂ, മനസ്സെവിടെയോ ആണ്. ഹരിക്കുട്ടനാണെങ്കിൽ 50 രൂപ പോയതിൻ്റെ സങ്കടം. പ്രത്യേകിച്ച് പറയാൻ വികാരമൊന്നും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു അപർണ. അങ്ങനെ സ്ഥലം എത്തി ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഫോർട്ട് കൊച്ചിയിൽ കാലുകുത്തിയ എനിക്ക് കൊച്ചി പഴയ കൊച്ചിയല്ല എന്നുള്ളൊരു നഗ്ന സത്യം ഞാൻ വീണ്ടും തിരിച്ചറിഞ്ഞു. ഒരു കേക്ക് വാങ്ങിക്കാൻ കഷ്ടപ്പെട്ട വഴിയേ, പക്ഷേ ഈ വഴി അതെനിക്കിഷ്ടപ്പെട്ടു. ഏതോ ഒരു കേക്ക് കടയിൽ ചെന്ന് ഒരു കേക്കൊക്കെ വാങ്ങിച്ച് പിന്നെ വെയിലത്ത് കോട്ടയം ചൂടി നടന്ന് അങ്ങനെ നല്ലൊരു മന്തി സ്പോട്ട് കണ്ടുപിടിച്ച് ഞങ്ങൾ മന്തി കഴിക്കൽ ചടങ്ങിലേക്ക് കടന്നു. ഇനിയാണ് മെയിൻ പരിപാടി, കേക്ക് കട്ടിങ്. കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഒരു അടിപൊളി സ്പോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി കൊച്ചിയിൽ നടക്കാത്ത വഴിയില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് അധികമായി പോവും, എന്നാലും കുറച്ച് ബുദ്ധിമുട്ടിയിട്ടോ. പക്ഷേ നിങ്ങൾക്ക് ഇനിയാണ് ഒരു അടിപൊളി സ്പേസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോണത്. ഇത് പെയ്ഡും അല്ല, അങ്ങനെയുമല്ല, ഒന്നുമല്ല, കിഡിലെ സർവീസാണ് സംഭവം. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ക്ലബ് കഫേയോ ക്ലബ് ഹൗസോ എന്നൊക്കെയോ ആണ് ഈ ഒരു കഫേയുടെ പേര്. ഞാൻ നിൽക്കണ നിപ്പ തന്നെ കണ്ടൂടെ, എന്തോ സ്വന്തം തറവാട്ട് വീട്ടിൽ എന്തോ ഫംഗ്ഷന് വേണ്ടി പണിയെടുക്കുന്ന പോലെയാണ് ഞാൻ ചെയ്തത്. ഇവരുടെ സർവീസ് ഒരു രക്ഷയില്ല. ഭയങ്കര എന്താ പറയുക, ജെനുവനായിരുന്നു അവിടുത്തെ ആൾക്കാർ. അവിടുത്തെ ഓരോ സർവീസ് എന്തിനായിട്ട് അവിടെ വർക്ക് ചെയ്തവർ പോലും നമ്മളെ വെൽക്കം ചെയ്തത്. നമ്മുടെ ആ ഒരു കേക്ക് കട്ടിങ്ങിൻ്റെ ലാസ്റ്റ് വരെയും അവരുടെ മുഖത്ത് നമ്മളെക്കാൾ സന്തോഷം ഉണ്ടായിരുന്നു. രണ്ടുപേരുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ അവർ ഈ സംഭവമൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് ഡെക്കറേഷൻസിൻ്റെ ഐറ്റംസ് മാത്രമല്ല, അവരുടെ ഒരു സ്നേഹവും ആ ഒരു സഹകരണവും അടിപൊളിയായിരുന്നു. ഈ കേക്ക് കൊണ്ടുവരുന്ന ആളാണ് അവിടുത്തെ ഓണർ. ആ കേക്കിൽ ഉപയോഗിച്ച ക്യാൻഡിൽ, അതുപോലെ തന്നെ ആ കേക്ക് പ്ലേസ് ചെയ്തിരിക്കുന്ന പ്ലേറ്റ്, അതൊക്കെ അവർ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണോ എന്നുള്ള രീതിയിൽ തന്ന് ഞങ്ങളെ സഹായിച്ച വ്യക്തികളാണ്. അങ്ങനെ ഒത്തിരി സന്തോഷത്തോട് കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ അങ്ങോട്ട് പരസ്പരം വെച്ചു കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവർ ബാക്ക്ഗ്രൗണ്ട് ഹാപ്പി ബർത്ത്ഡേ മ്യൂസിക് വരെ വെച്ച് തന്നായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ കേക്കിൻ്റെ അടുത്തിരിക്കുന്ന ഒരു ഡെസേർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കിടിലൻ ഡെസേർട്ടായിരുന്നു. അന്നത്ത് ഉള്ള ഐറ്റം എന്ന് പറയുന്നത് ആപ്പിളാണ്. പക്ഷേ നമുക്കതിൻ്റെ ആപ്പിളാണെന്ന് പോലും മനസ്സിലാവില്ല, അങ്ങനത്തെ ഒരു റെസിപ്പി ആയിരുന്നു അത്. നമ്മുടെ ആവശ്യം കണ്ടറിഞ്ഞ് നമുക്ക് ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്ന് തരുന്നു. ചൂടത്താണെങ്കിൽ ഒരു നല്ല തണുത്ത വെള്ളം കിട്ടിയ പോലെ ഒരു ആശ്വാസം. അതും വിത്ത് ഗ്ലാസ് വരെ അവർ സെർവ് ചെയ്തു. ശരിക്കും പറയിപ്പിച്ചാൽ ഇതുപോലെയൊന്നും പറയില്ല. ഞാൻ അങ്ങനത്തെ ഒരാളേ ഇല്ല. എനിക്ക് അത്രയും ബെസ്റ്റ് സർവീസ് അവിടെ നിന്ന് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കൊച്ചി എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഈ ഒരു സ്പോട്ട് അടിപൊളിയാണ്. ഓൾഡ് ഹാർബർ ഹോട്ടലില്ലേ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണുന്ന ഒരു കഫേയാണിത്. ഇത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും തിരിച്ചു പോരുന്നു. ഒത്തിരി ലേറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ സമയമൊക്കെ എത്തിയപ്പോഴേക്കും. അങ്ങനെ നല്ലൊരു ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ബോട്ട് ജെട്ടിയിലെത്തി. ഇവിടെ ടിക്കറ്റ് ഭയങ്കര അഫോർഡബിൾ ആണ്. വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഇന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത് ഈ രണ്ട് ട്വിൻസിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.